പ്രീത, ഈ ബിലാവൽ ഭൂട്ടോ MP അല്ലേ, അദ്ദേഹം ഇപ്പൊ പറയുന്നത് 6 നദികൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അപ്പോ കിട്ടിയതൊന്നും പോരാ അല്ലേ? അവിടെ പൊയ്ക്കൊണ്ടിരുന്നതൊക്കെ തന്നെ നമ്മൾ ഏതാണ്ട് പിന്നെ എന്താ അവിടെ ഇപ്പൊ വെള്ളം കിട്ടാത്ത രീതിയിലുള്ള പണിയൊക്കെ തന്നെ നമ്മൾ ചെയ്തു നടത്തുന്നുണ്ട്. അത് നമ്മൾ നിവർത്തി കെട്ടി ചെയ്തതാണ്. അതെ, അവിടെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറയാല്ലേ, ആ ഒരു രീതി ഓപ്പറേഷൻ സിന്ദൂറിന് പോലെ മറ്റേ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് അവർ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, ഇവരെന്തുകൊണ്ട് ഇത് പറയുന്നു? ഇത് ആരുടെ ബലത്തിലാണ് ഞാൻ ചോദിക്കാൻ? അതെ, ഇത് ആരുടെ ബലത്തിലാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളതുണ്ട്. റൗഡി ഭാഷയിൽ പറയുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ചട്ടമ്പി, വലിയ ചട്ടമ്പി, കൊച്ചു ചട്ടമ്പിയെ കൊണ്ട് പറയും. ഇതിപ്പോ ഈ ജലം കൊണ്ടുള്ള യുദ്ധം അത് ഇന്ത്യ നടത്തുന്നതാണ്. അത് ഈ പറയുന്നത് പോലെ അത് മർമ്മത്ത് കൊള്ളുന്നുണ്ട്. മർമ്മത്ത് കൊള്ളുമ്പോൾ അവിടെ പൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ അത് മാത്രമല്ലല്ലോ, അതല്ലാതെയും ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ കരുതണം. ചേട്ടന് ശ്രദ്ധിച്ചല്ലോ, കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മുടെ പാക് ഫീൽഡ് മാർഷലായിട്ട് സ്വയം അവരോധിച്ച അസീം മുനീർ അമേരിക്കയിൽ പോയതും ട്രംപിനെ കണ്ടതും. ഈ ട്രംപിനെ കാണുമ്പോൾ ചേട്ടാ സുഖമാണോ, സുഖങ്ങളൊക്കെ തന്നെ ചേട്ടാ, ചായ കുടിച്ചോ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, ചോറ് ചെയ്യുന്നോ, ഇതൊന്നും ചോദിക്കാനല്ല. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ കുൽസിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്നതാണ്. അതെ, ആ കുൽസിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യക്കിട്ടുള്ള ഒരു പണിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ അമേരിക്ക പോലൊരു രാജ്യത്തെ നമുക്കൊരിക്കലും എത്ര സൗഹൃദപരമാണ് എന്ന് പറയുമ്പോഴും വിശ്വസിക്കാൻ, കണ്ണും അടച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല. അവരുടെ നിലപാടുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പിംഗ് നേഷനാണ് നമ്മുടേത്. പക്ഷെ അങ്ങനെ ഒരു രാജ്യമായിരുന്നിട്ട് പോലും വികസന കുതിപ്പിലാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം കുതിക്കുമ്പോൾ ആ ഒരു രാജ്യം അമേരിക്ക പോലൊരു വൻകിട ശക്തിയുടെ മുമ്പിലേക്ക് അവർ വെക്കുന്ന പ്രപ്പോസൽസ് എല്ലാം നോ എന്ന് പറയുകയാണ്. അവർക്ക് എയർബേസ് ഇവിടെ വേണമെന്നുണ്ട്. ഇന്ത്യയിൽ വളരെ ചുരുക്കം രാജ്യങ്ങളിലാണ് അമേരിക്കയ്ക്ക് എയർബേസ് ഇല്ലാത്തത്. അപ്പോൾ അതിലൊരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലേക്ക് എയർബേസിന് വേണ്ടിയിട്ട് പല തരത്തിൽ അവർ ശ്രമിക്കുന്നുണ്ട്. അതിനോടെല്ലാം പറ്റില്ല ചേട്ടാ എന്ന് കൃത്യമായിട്ട് നോ ഈസ് ബിഗ് നോ എന്ന് പറയുന്നത് പോലെയാണ്. ആ ഒരു നോയിൽ നിന്ന് ഇന്ത്യ തലങ്ങും വിലങ്ങും ഒരു ഇഞ്ച് മാറിക്കൊടുക്കുന്നില്ല. പിന്നീട് വ്യാപാര കരാറുകൾ, ഈ വ്യാപാര കരാറിലും ആണെങ്കിലും നമ്മൾ അവർ പറയുന്ന കരാറുമായിട്ടൊന്നും അങ്ങ് ഇല്ല. അങ്ങനെ നമ്മൾ പറയുന്നില്ല. എന്തിനു നമ്മൾ പറയണം? അവര് പറയുന്ന രീതിക്ക്. അതെ അതെ. അപ്പൊ നമ്മൾ അവര് പറയുന്നിടത്ത് നിൽക്കാനല്ല ഇന്ത്യയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതെ, വലിയ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് അമേരിക്കക്ക് ദഹിക്കുന്നില്ല. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സൗഹൃദമാണ്. അവർക്ക് നമ്മുടെ വളർച്ച കണ്ടുകൂടാ. അതെ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് പല കാര്യങ്ങൾ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇവർ ഡയറക്റ്റ് അമേരിക്ക ഒരിക്കലും നമുക്ക് നേരെ വരില്ല. പക്ഷെ അവർക്ക് നമ്മൾക്ക് അറിയാലോ, പലതരം കളികൾ ഇതിൻ്റെ ഇടയിലൂടെ കളിക്കാം. ആ കളികളിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം നേരത്തെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നെഹ്റു ഭയങ്കര ഒരു വലിയ ഐക്കണായിട്ട് നിൽക്കുകയും നെഹ്റുവിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നപ്പോഴാണ് ആ സമയത്ത് ചൈനയെ പ്രവോക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് നേരെ ഒരു യുദ്ധം ഉണ്ടാക്കുന്നത് എന്നും ഒരു വേർഷൻ പറയുന്നുണ്ട് ആ സമയത്ത്. അപ്പം നമ്മൾ അന്ന് റഷ്യ സഹായിച്ചിട്ടൊന്നുമില്ല. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ റഷ്യയായിട്ട് നമ്മൾ സൗഹൃദത്തിലുമായി, ചൈനയുമായിട്ട് വിള്ളലും ഉണ്ടായി. ആ സമയത്ത്. അപ്പോൾ അന്ന് നമ്മളിത് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പിന്നീട് ഇവരുമായിട്ട് സഖ്യത്തിലാവുകയും മറ്റവരുമായിട്ട് ഉടക്കിലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പം അമേരിക്കയോടും ആ സമയത്ത് ഒരു ഗാന്ധിയൻ ഇറയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അമേരിക്കയോട് ഒരു അകൽച്ച ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണ് കാണുന്നത്. അപ്പം ഈ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു
വേരൂന്നാൻ. പണ്ട് ഇവര് ഈ പറയുന്നത് പോലെ പല രീതിയിലൊക്കെ ഭിന്നിപ്പിച്ചും ഒക്കെ കുറെ നാള് നമ്മളെ മരിച്ചതാണ്, പിന്നീട് പറഞ്ഞു വിട്ടതാണ്. എന്നിട്ടും ഇവര് പിന്നീടും ഇതിന് ശ്രമിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താലിബാനെയൊക്കെ വളർത്തുമല്ലോ ഇവര്. താലിബാൻ ISISനെയൊക്കെ വളർത്തിയ കഥ ചേട്ടൻ അറിയാലോ. അപ്പൊ അത്തരത്തിലൊക്കെ വളർത്തിയതുപോലെ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയെ വളർത്തുക. അപ്പൊ BJPയോ RSSനൊക്കെ ഒരു പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് വളർത്തുക, അവരെ ഹൈജാക്ക് ചെയ്യാമെന്നുള്ളൊരു ചിന്തയൊക്കെ ഇവർക്കുണ്ടായതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ RSS അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത് കോറായി ഒരു ഐഡിയോളജി ഉള്ള ഒരു സംഘടനയാണ്. അപ്പൊ ഇവര് വിചാരിക്കുന്നത് പോലെ മറ്റുള്ള തലയ്ക്ക് വെളിവില്ലാത്തവരെ വിലക്കെടുക്കുന്നത് പോലെ ഇവരെ ഒന്നും വിലക്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ വിട്ടു കൊടുക്കില്ല. ഈ RSSനൊക്കെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുമായിട്ടാണ് RSS ഇവിടെ പടിപടിയായിട്ട് വളർന്നു വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ചുവട് പിടിച്ചാൽ BJPയുടെ വളർച്ചയും ഉണ്ടായിട്ടുള്ളത്. അതെ, അപ്പൊ അതെ, അപ്പൊ ആ ഒരു വളർച്ചയിലേക്ക് വരുന്നതൊക്കെ അപ്പം ഈ പറയുന്ന ഇവരുടെ ഈ ഒരു ബുദ്ധി അതവിടെ വില പോയിട്ടില്ല. അപ്പൊ അങ്ങനെ അവർക്ക് അതിനെ വിലക്കെടുക്കാനൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇന്ത്യയെ നശിപ്പിച്ച് ചിന്നിച്ചിതറിച്ച് പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി ചിന്നിച്ചിതറിക്കുക. പല സ്റ്റേറ്റ്സ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം ചിതറിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ഇവർക്ക് വന്നിറങ്ങാൻ ഒരു ഇത് കിട്ടും, വേദി കിട്ടും അല്ലോ. ഒരു ഫുൾ കൺട്രോൾ അങ്ങ് പോകും, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ വന്ന് ഇറങ്ങാം. അതായത് അവർക്ക് ഭിന്നിച്ച് നിൽക്കുന്നിടത്ത് പുതിയൊരു കാര്യത്തിന് വളർന്നു വരാൻ പെട്ടെന്ന് എളുപ്പമല്ലേ. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. സ്റ്റേറ്റുകളെ ഭിന്നിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളെ ഇങ്ങനെ പരസ്പരം തമ്മിലടിപ്പിക്കുമ്പോൾ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ തമ്മിലടിപ്പിക്കുമ്പോൾ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച ഇല്ലാതെയാവുകയാണ്. ആ ഗ്രോത്ത് കുറയുന്നിടത്താണ് അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് നുഴഞ്ഞു കയറാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു നീക്കമൊക്കെ അവർ നടത്തി. പക്ഷെ അതൊന്നും നടന്നില്ല. പ്രത്യേകിച്ച് മോദി ഇറ വന്നതിന് ശേഷം ഒട്ടും നടക്കുന്നില്ല എന്നുള്ളതാണ്. മുമ്പും അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഒരു പിന്നോട്ടടി ഉണ്ടായിരുന്നു. ഇപ്പോ ഒട്ടും സഹിക്കുന്നില്ല. വളർച്ച അതിന്റെ എന്താ പറയാ ഏറ്റവും പീക്ക് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതെ, അപ്പൊ ഒരു പീക്ക് പോയിന്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവർക്ക് പെട്ടെന്ന് ഒന്നും വന്നിട്ട് എടുത്തടിച്ച പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പാകിസ്ഥാന് നമ്മൾ വിചാരിക്കുന്ന പോലെ പാകിസ്ഥാനെ അത്ര എളുപ്പത്തിലൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 4 ദിവസത്തെ സ്ട്രൈക്ക് കൊണ്ട് തലയ്ക്കകത്ത് ബോധമില്ലായകയല്ല, അവിടെ അവരുടേതായിട്ടുള്ള മതഭ്രാന്ത്, അന്ധമായിട്ടുള്ള ഇന്ത്യയോടുള്ള അമുസ്ലിമുകളോടുള്ള വിരോധമൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അവിടെയും ബുദ്ധി ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെ അവർ ആണവ ശക്തിയുള്ള രാജ്യമാകും? ശരിയാണ്. അപ്പൊ അത് പ്രവർത്തിപ്പിക്കുന്നത് ഈ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് ആ കാര്യങ്ങളാണ്. അപ്പം ഈ പാകിസ്ഥാനെ നമ്മൾ പറഞ്ഞു വന്നത് അതാണ്, ഹാൻഡിൽ ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമില്ല. അവരുടെ കയ്യിലും ഈ പറയുന്ന തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ആയുധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി പോരാത്തത് വേണമെങ്കിൽ US കൊടുക്കും. ഇപ്പൊ പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ 71 ബംഗ്ലാദേശുമായിട്ടുള്ള യുദ്ധത്തില് പല പാക് വിമാനങ്ങളും പറത്തിയത് അമേരിക്കയുടെ പൈലറ്റുമാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വരികയായിരുന്നു. അതായത് ഇവർക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബുദ്ധി വിവരം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ ഈ വിമാനത്താവളങ്ങളിലെ അവരുടെ തന്നെ പിന്നെ സൈനിക താവളങ്ങളിലെ കൊണ്ടുവന്ന പുതിയ ആയുധങ്ങള് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇവർക്ക് അറിയില്ല. ആർക്ക്? ഈ പാകിസ്ഥാൻ അറിയില്ല. അതിന് അമേരിക്കയിൽ നിന്ന് അതെ കൊണ്ടുവന്നാണ്. അത് ഞാൻ ഇടയ്ക്കെന്ന് പറയാം, ഇപ്പൊ ആ ഫ്ലോ നഷ്ടപ്പെട്ടാലോ എന്നുള്ളത്. അപ്പൊ അത്തരത്തിലാണ്. അപ്പൊ ഈ പണി എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ ഇത്തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് പണി അമേരിക്ക നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും പാക്കിനെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക, കൂട്ടത്തിൽ ചൈനയെ കൂടെ അതിലേക്ക് കൊണ്ടുവരും. അപ്പൊ നേരിട്ട് അമേരിക്ക എന്താ പറയാ ഏറ്റുമുട്ടാൻ വരില്ല. അമേരിക്ക ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും, ഈ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളായിരിക്കും. അപ്പൊ ചൈന പക്ഷെ ഇപ്പോ നമ്മളുമായിട്ട് ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമ്മളുമായിട്ട് സംസാരത്തിനും നയതന്ത്രപരമായിട്ടുള്ള സംസാരത്തിനും നീക്കുപോക്കിനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും രസിക്കുന്ന മട്ടല്ല അമേരിക്ക പോലുള്ള രാജ്യത്തിനൊന്നും ഉള്ളത്. അതെ, അപ്പൊ
ഇന്ത്യയെ ഡിപ്ലോമാറ്റിക്കലി ഇപ്പോൾ സാർക്ക് സമ്മിറ്റ് പോലുള്ള അതിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം നടത്തുന്നത് അതും ഒക്കെ വിജയിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ചുറ്റുമാണെങ്കിൽ ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടുകയും നമ്മൾ വിചാരിക്കുന്ന ഇവരൊക്കെ നമ്മളോട് സഖ്യത്തിലാണ്. പക്ഷേ ഇത് ഇപ്പോ പണ്ടത്തെ പോലെ ഞാൻ ഇന്ന ആൾക്കൊപ്പം എന്നുള്ളതല്ല. കാരണം ഇതെല്ലാം വ്യാപാരമായിട്ടും നയതന്ത്രപരമായിട്ടും ഡിഫൻസ് പരമായിട്ടും ഒക്കെ തമ്മിൽ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളും ഉള്ളതാണ്. അപ്പൊ അവരുടെ നയതന്ത്രപരമായ കാര്യങ്ങളിൽ എങ്ങനെ ഇത് മാറും, നമുക്കൊപ്പം നിൽക്കുമ്പോൾ അത് ചേഞ്ച് വരുത്തും എന്നുള്ളത് നോക്കിക്കണ്ട് മാത്രമേ ഒരു രാജ്യം ഏതൊരു രാജ്യവും ചെയ്യുള്ളൂ. നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നല്ലോ, ഈ പറഞ്ഞ പോലെ പാക്കിനെ വിലക്കെടുത്ത് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ, ഈ പറയുന്ന അസിം മുനീറുമായിട്ടുള്ള കൂടിക്കാഴ്ചയായാലും ബിലാവൽ ഭൂട്ടോയ്ക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? അപ്പൊ ബിലാവൽ ഇത്തരത്തിലൊരു യുദ്ധം, ജലയുദ്ധം വരികയാണ്, അത് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ പാകിസ്ഥാൻ എന്തായാലും ജയിക്കില്ല. പക്ഷേ അതിന്റെ പേരിൽ പാകിസ്ഥാനോട് മറ്റു രാജ്യങ്ങൾക്ക് ഒരു സിമ്പതി വരികയും ഇന്ത്യയെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം വരും. അതെ, അപ്പൊ ആ സിമ്പതി നേടാൻ വരും. അപ്പൊ ഈ അന്താരാഷ്ട്ര സമൂഹത്തിനൊന്നും ഇവർ സത്യമൊന്നും അല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് പറഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണമാണ്. അപ്പൊ ഇത്തരത്തിലൊരു എന്താ പറയാ ഒരു ആന്റി ഇന്ത്യ പ്രോജക്റ്റ് നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഈ കൂടിക്കാഴ്ചയെ ഒന്നും നമ്മൾ അത്ര സംശുദ്ധമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഈ അസിം മുനീർ ട്രംപ് കൂടിക്കാഴ്ചയായാലും സത്യസന്ധമായിട്ട് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് അതിന് കൂട്ടുനിന്നത് അമേരിക്ക ആയതുകൊണ്ട്. അമേരിക്കയ്ക്ക് എപ്പോഴും അമേരിക്കയുടെ ബിസിനസ്, അമേരിക്കയുടെ വളർച്ച, അത് തമ്മിലടിക്കുന്നിടത്ത് നമ്മൾ അവിടെ നിന്ന് എന്ത് വളർച്ച ഉണ്ടാക്കാൻ പറ്റുമോ അത്തരത്തിലുള്ളത് മാത്രമാണ് അമേരിക്ക എപ്പോഴും ചെയ്യുകയുള്ളൂ. അപ്പൊ ഈ ട്രംപ് പോലും ഇടപെട്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ യുദ്ധത്തിൽ? അവിടെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഒരു ആണവായുധം പ്രയോഗിക്കുക, അങ്ങോട്ട് അതിനു മുമ്പ് ഒരു ആയുധം പ്രയോഗിക്കുകയോ ചെയ്താൽ അത് പലതരത്തിലുള്ള വിഷയമാകും. ആ വിഷയത്തിലേക്ക് പോകാതെ ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള നീക്കം കൂടി ഇതിനിടയിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന ബിലാവൽ ഭൂട്ടോയുടെ സ്റ്റേറ്റ്മെന്റ്സ് ആയാലും വീണ്ടും പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന സ്റ്റേറ്റ്മെന്റ്സ്, ഇന്ത്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയാലും, ഇപ്പൊ പറഞ്ഞല്ലോ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസിം മുനീറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു. ഇതെല്ലാം വരുന്നത് ബാക്ക് ബോൺ ആയിട്ട് ആരെങ്കിലും ഇല്ലാതെ വരില്ല. അതെ, ആ ഒരു വലിയ ചട്ടമ്പി ആരെന്നുള്ളത് ഈ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ആരായിരിക്കും എന്നുള്ളത്.